ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ രാമകൃഷ്ണേട്ടനല്ല, ബാബുവേട്ടൻ. അപ്പോൾ ഞാൻ വളരെ ഈ പറയുന്ന ഇപ്പോഴുള്ള ബാച്ചിലുള്ള ആരുമായിട്ടും സഹവർത്തിത്വം ഉണ്ടായിരുന്ന ആളല്ല. കാരണം വളരെ ജൂനിയറായിരുന്നു. 75 നമ്മുടെ ഗ്രൂപ്പ് സിസ്റ്റം തുടങ്ങുന്നതിന് മുമ്പ് വടകര BMI സ്കൂളിൽ നിന്ന് 11 പേരാണ് പാസ്സായത്. ആപ്പടെ 480 പേര് പരീക്ഷയ്ക്കിരുന്ന് 11 പേര് നേരത്തെ പറഞ്ഞ മാതിരി പാസ്സായി. 11 പേർക്കും മടപ്പള്ളി കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അഡ്മിഷൻ കിട്ടിയ 11 പേരും രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്നത്തെ BMI സ്കൂൾ ബോയ്സ് സ്കൂളാണ്. ഞാൻ പ്രത്യേകിച്ച് പഠിച്ചത് കേരളത്തിന് പുറത്തായതുകൊണ്ട് പല കാര്യങ്ങളും വന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ സ്കൂളുകളിലൊന്ന് BMI സ്കൂൾ. അവിടുന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ വളരെ ഫ്രീയാണ്. കാരണം 10 പൈസയും കൊടുത്തതിന് മുകളിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകന്മാരെ പേടിക്കണ്ട, അധ്യാപകന്മാരാരും ചോദിക്കാൻ പോകുന്നില്ല, ക്ലാസ് കട്ടിയത പ്രശ്നമല്ല എന്നൊക്കെ ആദ്യമായിട്ട് മനസ്സിലാകുന്ന പ്രീ ഡിഗ്രിക്കാർ. ആ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ അക്രമവും ചെയ്തിട്ടുണ്ട്. അക്രമം തന്നെ അങ്ങനെ വേറെ കുരുത്തക്കേടൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. തുടർന്ന് ഇവിടെ ഡിഗ്രിക്ക് പഠിക്കാൻ യാതൊരു സാധ്യതയില്ല. സാധ്യതയില്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നേരെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഡിഗ്രിക്ക് പോയി. അവിടെ നിന്നാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ മാടപ്പള്ളി കോളേജിനെ പറ്റിയുണ്ടായ ഒരു ചെറിയ ദുരനുഭവം. കേരളത്തിന് പുറത്ത് പഠിച്ചപ്പോൾ അജിത്ത് എന്ന് എഴുതുമ്പോൾ AJITA ഉണ്ടാവുള്ളൂ, H ഇല്ല. പക്ഷേ ഇവിടെ തന്നത് ഓഫീസർ ക്ലർക്കുമാർ H ചേർത്തു. ഞാനും ശ്രദ്ധിച്ചില്ല. ഡിഗ്രി കഴിഞ്ഞു വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി പോയപ്പോൾ നമ്മുടെ 00+1 432 എന്ന് പറയുന്നൊരു കേസ് വന്ന സമയമാണ്. കേരളത്തിലൊരു വിദ്യാഭ്യാസ തട്ടിപ്പ് നടന്ന സമയം. അപ്പോൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ചോദിച്ചു, നിങ്ങളല്ല ഇപ്പറന്ന അജിത്ത്, പോയി സ്പെല്ലിങ് മാറ്റി വരാൻ. തിരിച്ച് മടപ്പള്ളി കോളേജിൽ വന്ന് മെട്രിക്കുലേഷൻ ഫോം രജിസ്ട്രേഷൻ അതിൻ്റെ കോപ്പി അതെടുത്ത് യൂണിവേഴ്സിറ്റി പോയി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് H വെട്ടി. അവസാനം കിട്ടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സൈഡിൽ തന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എല്ലാവരും സീല ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് മുഴുവൻ ഫോളിയോ മാറ്റിനെ സെനറ്റ് കൂടണത്ര. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് വീണ്ടും അവിടെ പോകുന്നത്. ആ ഒരു ദുരനുഭവം മാത്രമേ ഉണ്ടായി. ബാക്കി കാര്യങ്ങളിലൊക്കെ പ്രീ ഡിഗ്രി രസകരമായ എന്താ പറയുക, എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം ആസ്വദിച്ചു. പിന്നെ ഈ പാലയാട്ട് എന്നുള്ള പേര് സ്ഥലമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലേ. ഇതിൻ്റെ തൊട്ട താഴെയുള്ളൊരു വീടാണ്. അത് വീട്ടിൻ്റെ പേര് നോർത്ത് ഇന്ത്യ ചേർക്കുമ്പോൾ പാസ്പോർട്ട് ചേർക്കുന്ന മാതിരി ഒരൊറ്റയടിക്ക് പേര് ചേർക്കുമ്പോൾ അജിത് കുമാർ കുമാരക്കുറുപ്പ് പാലയാട്ടമ്മൻ്റെ ഒരൊറ്റ പേരാണ്. അത് ജീവിതകാലം മുഴുവൻ ഈ പേര് ഇവിടെ എഴുതുമ്പോൾ അത് പറ്റി. കാരണം ഫീസ് ഇറക്കാൻ കൊടുക്കുമ്പോൾ അജിത് കുമാറിന് മാത്രം എഴുതും. പിന്നെ കുറേ കഴിയുമ്പോൾ നോട്ടീസ് വരും ഇയാൾ അടച്ചിട്ടില്ലാന്ന്. അത് സ്ഥിരം തിരുത്തേണ്ട പരിപാടിയായിരുന്നു. ഇത്തരം ചില അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് വളരെ വിശദമായി ഷെയർ ചെയ്യാം. ഈ ഒരു അവസരം തന്നതിന് ശ്രീ ബാലകൃഷ്ണൻ നമ്പിയുടെ എൻ്റെ അച്ഛനും മൂപ്പരൊക്കെ ഒന്നിച്ച് റെയിൽവേയിലുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇവിടെ എത്തിപ്പെടാൻ അവസരം ഉണ്ടായത്. എൻ്റെ ബാച്ചിൽപ്പെട്ട ആൾക്കാർ അടുത്ത യോഗത്തിന് മുമ്പ് അറിയിക്കാം. തീർച്ചയായും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വടകരയാണ്. വടകര ഗോകുലം ടവറിൻ്റെ നേരെ താഴെയാണ്. വൈഫ് തിരുവനന്തപുരം ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു, ഞാനും റിട്ടയർ ചെയ്തു. ഒരു മകളാണ് ഉണ്ടായിരുന്നത്, അവളിപ്പോൾ ന്യൂസിലാൻഡിലാണുള്ളത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയാണ്. നന്ദി. കുഞ്ഞിരാം മാസ്റ്റർ.